നമസ്കാരം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേറുന്ന പുതിയ UDF മന്ത്രിസഭയുടെ വകുപ്പ് വിഭജന ചർച്ചകൾ നാടകീയമായ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഏറെ തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ നിർണായകമായ ആഭ്യന്തര മന്ത്രിസ്ഥാനം മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകാൻ ഒടുവിൽ ധാരണയായി. മുഖ്യമന്ത്രി പദവിക്ക് പുറമെ ആഭ്യന്തര വകുപ്പ് കൂടി തന്റെ കൈകളിൽ നിലനിർത്താൻ VD സതീശൻ ശ്രമം നടത്തിയെങ്കിലും ഹൈക്കമാൻഡിന്റെ നിർണായക ഇടപെടലാണ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറ്റിയെടുത്തത്. ആഭ്യന്തര വകുപ്പില്ലാതെ എങ്ങനെ കാര്യക്ഷമമായി ഭരിക്കുമെന്ന ചോദ്യം VD സതീശൻ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ മുന്നണിയിലെ സമവായവും മുതിർന്ന നേതാക്കളുടെ അനുഭവ സമ്പത്തും കണക്കിലെടുത്ത് തർക്കങ്ങളിലേക്ക് കടക്കാതെ ആഭ്യന്തരം വിട്ടു നൽകാനായിരുന്നു ഹൈക്കമാൻഡിന്റെ വക നിർദ്ദേശം എത്തിയത്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ ചെന്നിത്തല പുലർത്തിയ മികവ് കൂടി പരിഗണിച്ചാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതോടെ ആഭ്യന്തര മന്ത്രിസ്ഥാനം ഉറപ്പിച്ച ആശ്വാസത്തിലാണ് ചെന്നിത്തല ക്യാമ്പ്. അവസാന നിമിഷ അട്ടിമറികൾ ഉണ്ടായിട്ടില്ല എങ്കിൽ VD ക്യാമ്പിലെ ആഭ്യന്തര മന്ത്രിയായി ചെന്നിത്തല ഉണ്ടാകും. മുഖ്യമന്ത്രി സ്ഥാനത്തിനൊപ്പം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനുള്ള കടുത്ത ദൗത്യവും VD സതീശൻ തന്നെ ഏറ്റെടുക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന കേരളത്തെ കരകയറ്റാൻ ധനകാര്യ വകുപ്പ് തന്റെ കീഴിൽ തന്നെ നിലനിർത്താനാണ് സതീശന്റെ തീരുമാനം. ചെലവ് ചുരുക്കൽ നടപടികളിലൂടെ ഇതിനോടകം തന്നെ ജനശ്രദ്ധ നേടിയ സതീശൻ ധനകാര്യ വകുപ്പ് നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് വഴി കൂടുതൽ കർശനമായ സാമ്പത്തിക അച്ചടക്കം സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് ഒരു വിലയിരുത്തൽ. എല്ലാ വകുപ്പുകളിലും ഇതിലൂടെ നിയന്ത്രണങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് അവസരമൊരുങ്ങും. എന്തായാലും മറുവശത്ത് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗ് തങ്ങളുടെ പരമ്പരാഗത വകുപ്പുകളുടെ കാര്യത്തിൽ കടുത്ത നിലപാടിലാണ്. മുൻ കൈകാര്യം ചെയ്തിരുന്ന വ്യവസായം, പൊതുമരാമത്ത്, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകൾ, അതായത് ഈ സുപ്രധാന വകുപ്പുകൾ യാതൊരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നാണ് ലീഗ് നേതൃത്വം കോൺഗ്രസിനെ അറിയിച്ചിരിക്കുന്നത്. IT വകുപ്പ് കൂടി വേണമെന്നാണ് ലീഗിന്റെ കടുംപിടുത്തം. ഈ ചർച്ചകളെ അല്പം കൂടി നീട്ടിക്കൊണ്ടുപോയി എങ്കിലും ലീഗിന്റെ പരമ്പരാഗതമായ വട്ടക്കണ്ണികൾക്ക് മാറ്റമുണ്ടാകില്ല എന്നാണ് സൂചന. മന്ത്രിമാരുടെ കാര്യത്തിലും വകുപ്പുകളുടെ കാര്യത്തിലും ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ അന്തിമ തീരുമാനമുണ്ടാകും. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് തുടങ്ങിയ ഘടകകക്ഷികളിലെ മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയും സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നു തന്നെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. പുതിയ സർക്കാരിന്റെ ഘടനയെക്കുറിച്ചുള്ള പൂർണ്ണരൂപം അറിയാൻ അണികളും പൊതുസമൂഹവും കടുത്ത ആകാംക്ഷയിലാണ് ഉറ്റുനോക്കുന്നത്. അതിനിടെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് നടന്നു വരികയാണ്. രാജ്ഭവനിൽ നടക്കുന്ന ലളിതമായ ചടങ്ങിൽ ഗവർണർക്ക് മുൻപാകെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കോവിഡ് പശ്ചാത്തലവും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും പരിഗണിച്ച് യാതൊരുവിധ ആഡംബരങ്ങളുമില്ലാതെ തികച്ചും ലളിതമായിട്ടായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സംഘടിപ്പിക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് തൊട്ടു പിന്നാലെ തന്നെ പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം സെക്രട്ടേറിയറ്റിൽ ചേരും. VD സതീശന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ ആദ്യ യോഗത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ചില സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. ജനകീയമായ ചില തീരുമാനങ്ങളും മുൻ സർക്കാർ വരുത്തിവെച്ച അനാവശ്യ ധൂർത്തുകളും അവസാനിപ്പിക്കുന്നതിനുള്ള കർശന ഉത്തരവുകളും ഈ യോഗത്തിൽ അംഗീകാരം നേടിയേക്കും. പുതിയ മന്ത്രിസഭയിലെ പുതുമുഖങ്ങളുടെ സാന്നിധ്യവും ചർച്ചകളിൽ സജീവമാണ്. കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും യുവ നേതാക്കൾക്ക് ഇത്തവണ വലിയ പരിഗണന ലഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഭരണരംഗത്ത് പുതിയൊരു ശൈലിയും ഊർജവും കൊണ്ടുവരാൻ യുവരക്തത്തെ ഉൾപ്പെടുത്തണമെന്ന VD സതീശന്റെ നിർദ്ദേശത്തിന് മുന്നണിയിൽ പൊതുസമ്മതി ലഭിച്ചിട്ടുണ്ട്. കൂട്ടുമുന്നണി ഭരണത്തിന്റെ എല്ലാ സന്തുലിതാവസ്ഥയും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭ രൂപീകരിക്കാനാണ് ഹൈക്കമാൻഡും നിയുക്ത മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നത്. വകുപ്പുകളെ ചൊല്ലി തുടക്കത്തിൽ തന്നെ മുന്നണിയിൽ പരസ്യമായ ഭിന്നതകൾ ഉണ്ടാകാതിരിക്കാൻ ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുമായി കോൺഗ്രസ് ഉന്നത നേതൃത്വം നിരന്തരം ഫോണിലൂടെയും നേരിട്ടും ചർച്ചകൾ നടത്തി വരുന്നുണ്ട്. എന്തായാലും അധികാരമേൽക്കുന്ന ആദ്യ ദിവസം തന്നെ വകുപ്പുകളുടെ കാര്യത്തിൽ വ്യക്തത വരുത്തി പൂർണ്ണ സജ്ജമാണ് ഭരണം തുടങ്ങാനാണ് UDF ലക്ഷ്യമിടുന്നത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുന്ന മുഖ്യമന്ത്രി VD സതീശൻ സർക്കാരിന്റെ പ്രഖ്യാപിത നയങ്ങളും വരും ദിവസങ്ങളിലെ പ്രവർത്തന പദ്ധതികളും ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കും. പുതിയൊരു ഭരണമാറ്റത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കേരളം കാത്തിരിക്കുന്നത്.